അല്ല പക്ഷേ നിങ്ങൾക്ക് നാട്ടിൽ തന്നെ പരിപാടിയായിരുന്നു? നീ ആരുടെ കൂടെ അടിച്ചോണ്ടിരിക്കുന്ന അറിഞ്ഞൂടാ? ജി നാട്ടിലെ സേടാ. ആഹാ, പോലീസാ? ഓ ആ, ഇപ്പൊ പിടികിട്ടി. അപ്പോ സാറിപ്പോ സസ്പെൻഷനിലാണല്ലേ? എന്നാലും മറ്റേ ഇത്തിരി നാറ്റക്കേസ് ആയിപ്പോയല്ലേ? ഇത്തിരി എന്നല്ല, ഒത്തിരി എന്ന് പറയുന്നതായിരിക്കും ശരി. അതിപ്പോ എന്താ ഇത്ര വലിയ നാറ്റക്കേസ്? ആ, അത് നിനക്കറിയില്ല? എടാ, അത് ഭയങ്കര വൈറലല്ലേ? കാണ നമുക്ക് സംസാരിക്കാന്നേ. എന്താണ് പ്രശ്നം? കുടിവെള്ളത്തിന്റെ ബോർഡും വെച്ചിട്ട് കക്കൂസും മാലിന്യം തള്ളുന്നവരാ. ഞങ്ങൾ അവരെ അങ്ങ് പൊക്കി. ഒരാൾ മലയാളിയാ, ബാക്കി ബംഗാളികളാ സാറേ. താനാരാ? ഞാനിവിടുത്തെ പാർട്ടി ലോക്കൽ സെക്രട്ടറിയാ. രണ്ടോമാർ അവിടെ കിടപ്പുണ്ട്. എന്റെ സാറേ, കുറെ നാളായി ഇത് തുടങ്ങിയിട്ട്. കുളിക്കുന്ന വെള്ളത്തിനും തീട്ടത്തിന്റെ നാറ്റോ. ഇനി അങ്ങനെ തല്ലല്ലേ സാറേ, ഇവര് ഞങ്ങൾ ഒരുപാട് തല്ലു സാറേ. ആരോ മല തല്ലിയത്? ഞങ്ങളാ സാറേ. കക്കൂസും മാലിന്യം തള്ളുന്നത് തെറ്റാണ്. 50,000 രൂപ വരെ പിഴ പോവാം, 6 മാസം തടവും. പക്ഷേ ഇത് അറ്റംപ്റ്റ് ടു മർഡർ ആണ്. സെക്ഷൻ 307, ജീവപര്യന്തം വരെ നീ അകത്തു. സാറ് വല്ല ന്യായവും വകുപ്പൊന്നും പറയണ്ട. സാറിന്റെ ജോലി. പിന്നെ നിന്റെ പണി ചെയ്യാനാണ് അവിടെ ഞാൻ വന്നത്. പിടിച്ചു കേട്ടോമാരെ. പാർട്ടിയിലെ പിള്ളേരെ സാറേ, പണി കിട്ടും. പാർട്ടിയൊക്കെ ഒന്ന് പാർട്ടി ഓഫീസിൽ പോലീസ് സേനയ്ക്ക് തന്നെ നാണക്കേടായ എസ്ഐയുടെ ഈ നടപടിക്കെതിരെ നാട്ടുകാർ ഇവിടെ പ്രതിഷേധിക്കുകയാണ്. ഉത്തരവാദിത്തപ്പെട്ട പോലീസ് കൈക്കൂലി വാങ്ങലൊക്കെ പോലീസിനുള്ളതാണ്. ഇത് സീൻ ഉണ്ടാക്കല്ലേ? കണ്ട തീട്ട വണ്ടിക്കാരുടെ കൈക്കൂലിയും വാങ്ങിയിട്ട് നീ ഞങ്ങളുടെ സ്ഥലത്ത് ഒന്ന് ഷോ കാണിക്കാൻ നിൽക്കരുതട്ടാ. സസ്പെൻഷനിലാണെങ്കിൽ ഞാനിപ്പോഴും പോലീസുകാരെ